കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ഭൂരാജാക്കന്മാർക്ക് അധിപനുമായ നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ ഇന്ന് പകൽ ധൈര്യത്തോടെ അടുത്തിയല്ല, ഏത് സമയത്തും അടുത്തു വരാൻ അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശം അവിടെ നമുക്ക് നൽകി. ധൈര്യത്തോടെ നമുക്ക് അടുത്ത് തരാം. നമ്മെ നന്നായി അറിയുന്നവൻ മുമ്പാകെ നമ്മുടെ വിഷയങ്ങൾ പരിമേൽപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, നമ്മെ വീണ്ടെടുത്ത ദൈവമാണ്. അവിടുത്തെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല, ആ ചെവി മന്ദമായി പോയിട്ടില്ല. മോശയുടെ ദൈവം ചോദിക്കുക, മോശേ, എന്റെ കരം കുറുതായി പോയോ? എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും. സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ട് അവിടുത്തെ ആജ്ഞകൾ നേരുള്ളവയാണ്. അതിന്നും തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ദൈവമായിരിക്കുന്ന ജാതി അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവുമായ നാം ഭാഗ്യമുള്ളവരാണ്. നമ്മെ ഇവിടെ തിരഞ്ഞെടുത്തു. അനേകർ ഉള്ളപ്പോ നമ്മുടെ യോഗ്യത നോക്കിയല്ല, കൃപയാൽ 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 നമ്മെ തിരഞ്ഞെടുത്ത മക്കളും അവകാശികളുമാക്കി മാറ്റിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നമുക്കിന്നും പറയാം, അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്ത, നമ്മുടെ വൈരുടയെ നമ്മെ വിടുവിച്ച, സകലജടത്തിനും ആഹാരം കൊടുക്കുന്നവന് അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്താൻ ശക്തനാണ്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകും. ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. മറ്റാർക്കും അങ്ങനെ കൂടെ ഇരിക്കാനും പറ്റില്ല. സുഖത്തിലും ദുഃഖത്തിലും കുരുളിന്റെ താഴ്വരയിലും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കുരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും മരണത്തിന്റെ നിന്നിലൂടെ ഞാൻ പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം ദൈവമേ അങ്ങ് എന്റെ കൂടെയുണ്ടല്ലോ. സഹോദരങ്ങളെ, ഇന്ന് പകലും നമുക്കൊന്ന് ഉറപ്പിക്കാം, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ശക്തരല്ലേ. സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടാതെ നമുക്ക് മുമ്പായി ഒരുവൻ പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മുമ്പായി ഒരുവൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന ഉറപ്പുണ്ടെങ്കിൽ പറ, ഇനി ഞാൻ ഭയപ്പെടത്തില്ല, സംശയിക്കത്തില്ല, അവിശ്വസിക്കത്തില്ല. പുറപ്പെട്ടവൻ ആരാന്ന് എനിക്കറിയാം. വിലാണ്ടത്തിന്റെ ഉടയവൻ, അനാദിയായും ശാശ്വതമായുള്ളവൻ, സകലത്തെയും കാൽ കീഴാക്കിയവൻ അവിടുന്നാണ് ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നില്ല, പതറുന്നില്ല, അവിശ്വസിക്കുന്നില്ല. ധൈര്യത്തോടെ നമുക്ക് വിശ്വാസം ഒന്നുകൂടെ പ്രഖ്യാപിക്കാം. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം, നിങ്ങൾ അവരെ ഭയപ്പെടരുത്, നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. സംഭവ പശ്ചാത്തലം നമുക്ക് യഹോവ അവിടുത്തെ അരുളപ്പാടുകൾ തന്റെ ജനത്തെ കേൾപ്പിച്ച് നടത്തുന്ന ഭാഗമാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച മോശ ജനത്തിന് കൊടുക്കുകയാണ്. എന്നിട്ട് തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് അവരോട് പറയുകയും, മുമ്പത്തെ വാക്യം ശ്രദ്ധിക്കുക. കാലത്ത് മോശ പറയുകയാണ് യോശുവയോട്, നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോടും ചെയ്തതെല്ലാം നീ കണ്ണാലെ കണ്ടുവല്ലോ. നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോട് യഹോവ അങ്ങനെ തന്നെ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിച്ചത്, അവരെ സഹായിച്ചത്,
അവർക്ക് മുമ്പായി തുടക്കത്തിൽ പറഞ്ഞ പുറപ്പെട്ടത്, അവർ നിമിത്തം സകല ജാതീയ രാജാക്കന്മാരെയും ശാസിച്ചത്, എന്റെ അഭിഷിക്തന്മാരെ തുടരുതെന്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുതെന്ന് പറഞ്ഞ കൽപ്പനകൾ, ഇതൊക്കെ നിങ്ങൾ അറിയുന്നുവല്ലോ. ജനത്തോട് പറയുകയാണ്, യോശുവയോട് പറയുകയാണ്. അതുകൊണ്ട് ഇനിയും ചിലത് നേരിടേണ്ടതായിട്ടുണ്ട്, കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങളെ കണ്ട് ഭയപ്പെടരുത്. ഇന്നലകളിൽ ദൈവം ഇറങ്ങി വന്നു, വീര്യം പ്രവർത്തിച്ചു, ശത്രുശക്തികളെ തോൽപ്പിച്ചു. അവിടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നത് ഓർക്കുമെങ്കിൽ ഇന്നും നേരിടുന്ന സകല വിഷയത്തിന്റെ മേലും വീര്യം പ്രവർത്തിച്ച് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ അവിടുത്തേക്ക് കഴിയും. ഇന്നലകളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരം തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറുതായി പോയില്ല. അവിടുത്തെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. അവിടുത്തെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. അവിടുത്തെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ആ പ്രസൻസ് ഇന്നും മാറ്റമില്ലാതെ തന്നെ തുടരും. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കും? എന്നിട്ട് പറഞ്ഞ പ്രസ്താവനയാണ് നമ്മുടെ കുറിവാക്യം. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന രാജ്യങ്ങളെയോ അവിടുത്തെ ജനത്തെയോ ഭയപ്പെടരുത്. കാരണം ഭയം വരുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാവാം, പ്രതികൂലങ്ങൾ അതുപോലെ വരാം. പക്ഷെ അവരെ ഭയപ്പെടരുത്. എന്താ അങ്ങനെ പറയുന്നറിയോ? ഭയം അകത്ത് വന്നാൽ നമ്മുടെ ധൈര്യം ചോർന്നു പോകും, നമ്മുടെ ബലം നഷ്ടപ്പെടും, നമ്മൾ ഒന്നുമില്ലാതായിത്തീരും. പക്ഷെ ഭയം വരുമ്പോ തിരിച്ചു പറയണം, ഇന്നലകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, വീര്യം പ്രവർത്തിച്ച ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും, നാളെയും ഇറങ്ങി വരും. ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന അകത്ത് ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമുണ്ടായാൽ ഭയം അങ്ങ് മാറുക. ഏതൊക്കെ വിഷയം? പലരും ഭയത്തോടായിരിക്കുക. എങ്ങനെയാകും? എന്തായിത്തീരും? ഇവിടെ ജയിക്കാൻ പറ്റുമോ? ഇതെന്നെ കീഴ്പ്പെടുത്തുമോ? ഈ അലട്ടലുകൾ നാളുകളായി ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത വരുന്നില്ല. ഇവിടെ ഞാൻ തകർന്നു പോയില്ല. വിളിച്ചു പറ, ഇന്നലകൾ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും. ഞങ്ങൾ ആ കർത്താവിൽ ആശ വെച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ശക്തമായി പറയാൻ തന്റെ ജനം തയ്യാറാവണം. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്തിനാ നമ്മളിൽ ഭയപ്പെടുന്നത്? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അവിടുത്തെ വചനം നമ്മളെ ഉറപ്പായി ഉദ്ബോധിപ്പിക്കുന്നെങ്കിൽ ഏറ്റെടുത്തിട്ട് പറ, ഞങ്ങൾ ഇനി ഭയപ്പെടത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. മനുഷ്യമായി പോരാടാനുള്ള കരുത്തില്ല. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം ഞങ്ങളുടെ ദുർഗമാകുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇനിയും ഫേസ് ചെയ്യേണ്ട വിഷയത്തിന്മേൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും. അവിടുത്തെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങൾ ഇപ്പോൾ തന്നെ കാണും. നിരാശകൾ മാറ്റിവെക്കൂ, സംശയങ്ങൾ മാറ്റിവെക്കൂ. ഇനിയും നേരിടേണ്ട വിഷയങ്ങളെ ഓർത്ത് തളർന്നു പോകാതെ വിളിച്ചു പറ, ദൈവമാണ് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നത്. ഇന്നലകളിൽ വന്ന ഒരു കരം ഞങ്ങൾ അനുഭവിച്ചതാ. ആ ദൈവത്തെ ഞങ്ങൾ രുചിച്ചറിഞ്ഞതാ. അവിടുന്ന് നല്ലവനാണ്, യഹോവ നല്ലവനെന്ന് ഞങ്ങൾ ആ നിർണായക ഘട്ടങ്ങളിൽ രുചിച്ചറിഞ്ഞെങ്കിൽ ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവകാശത്തിലേക്ക് കടന്നു കയറാൻ നിൽക്കുന്ന സകല ശക്തിയുടെ മേലും അത് കണ്ട് നിങ്ങൾ നിരാശയുടെ വാക്ക് പറയാതെ വിളിച്ചു പറ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെടുന്നു. സകലത്തെയും ജയിക്കാൻ ഞങ്ങൾ കഴിയും. സകലത്തിന്മേലും ദൈവം ഞങ്ങൾക്ക് നിയന്ത്രണം നൽകും. ഇവിടെ ഞങ്ങൾ പരാജയപ്പെടില്ല. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് ശക്തമായി ഒന്ന് പറയാൻ തയ്യാറാകും. വിശ്വാസം ഒന്ന് ഉറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം.
അങ്ങയുടെ വാചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇന്നലകളിൽ ഇറങ്ങി വന്ന ദൈവം ഇന്നും ഇറങ്ങും, നാളെയും ഇറങ്ങും. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനെ കണ്ട് ഭയപ്പെടുന്നില്ല. അങ്ങയുടെ വാചനം പറയാൻ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ് വരും. അവിടുന്ന് എഴുന്നേറ്റാൽ ചില ശക്തികൾ ചിതറിപ്പോകുന്നു. തീങ്കൽ മെഴി ഉരുകുന്നത് പോലെ ചിലത് ഉരുകുന്നു. ശരീരത്തിൽ ചിലത് ഉരുകി മാറട്ടെ. ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില അന്ധകാരമണ്ഡലം ഉരുകി മാറുന്നതിന് സ്തോത്രം. തെനിച്ച പോലെ ചുറ്റുവളഞ്ഞതിനെ മുൾത്തി പോലെ കെടുത്തുന്ന ആ ദൈവത്തിന്റെ തീയുടെ പ്രസൻസ് ഇന്ന് പകൽ ഞങ്ങൾ അനുഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജനം സ്വതന്ത്രരാകട്ടെ. വലിയ വിടുതലുകൾ വ്യാപരിക്കട്ടെ. കുടുംബജീവിതം സ്വസ്ഥമാകട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ദൈവിക കരുതലുകളും കരുത്തും അവർ ഇന്ന് പകൽ അനുഭവിക്കട്ടെ. ഇവിടെ മഹത്വമുള്ള പൂജ ഇറങ്ങിയിരിക്കുക. സ്തോത്രം. സകല മഹത്വം അറിയിക്കുക യേശുവിൻ നാമത്തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് യുദ്ധം ചെയ്യും. അവിടുന്ന് പ്രവർത്തിക്കും. ഞങ്ങൾ സംശയിക്കുന്നില്ല. ഈ വചനങ്ങൾ കർത്താവ് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു.